നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മനീഷ് കുമാർ. ഗുരുവായൂരാണ് എൻ്റെ സ്വദേശം. ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൽ കുറച്ച് തിരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള ബ്ലോഗൊക്കെ ഇടാനുള്ള പരിപാടിയാണ്. അത് ഇടുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനലിൻ്റെ പേര് ട്രൂ ഇന്ത്യ എന്നൊരു ചാനലാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇലക്ഷനെ കുറിച്ചാണ്, ലോകസഭാ ഇലക്ഷനെ കുറിച്ചിട്ട്. ഈ ലോകസഭാ ഇലക്ഷന് ഇനിയും നമ്മൾ ഓരോരുത്തരും വളരെയധികം ശ്രദ്ധയോടുകൂടി വോട്ട് ചെയ്യേണ്ടതാണ്. അത് നമ്മുടെ ഓരോ കൈവിരലിലാണ് ഇന്ന് നമ്മുടെ ഭാവി. സ്ഥാനാർത്ഥിയുടെ മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ ഓരോ ജനങ്ങളുടെയും ഭാവി ഇന്ന് ആ വിരൽത്തുമ്പിലാണ്. അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ വരുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ഇത്രയും കാലം 10 വർഷമായി ഇപ്പോൾ ലോകസഭാ മണ്ഡലത്തിൽ 2 പ്രാവശ്യം 5 പ്രാവശ്യം 5 കൊല്ലമായിട്ട് വന്നു. ഇടതും വലതും ഇത്രയും കാലം എം പിമാരുണ്ടായിരുന്നു. പക്ഷേ ബി ജെ പിയിൽ നിന്ന് ഒരു എം പി പോലും ഉണ്ടായിട്ടില്ല. കേന്ദ്രം ഭരിക്കുന്ന 10 വർഷമായിട്ട് ബി ജെ പി സർക്കാരാണ്. പക്ഷേ ബി ജെ പിക്ക് വേണ്ടി കേരളത്തിൽ നിന്ന് ഒരു എം പി പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനൊരു മാറ്റം വരേണ്ട സമയമായി. എന്താ വെച്ചാൽ, നമ്മുടെ മോദിജിയുടെ വികസനം നാൾക്ക് നാൾ, ആ വികസനത്തിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞാനും മോദി സർക്കാരിൻ്റെ ഭാഗമായിട്ടുണ്ട്. എന്തെന്നാൽ ബി ജെ പിയിലേക്ക് വന്നിട്ടുണ്ട്. വരാൻ കാരണം മോദിജിയുടെ ഈ നാടിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങോര് ഭരിക്കുന്ന ആ ശൈലി, അങ്ങോരുടെ വിനയം, ജനങ്ങളോടുള്ള അങ്ങോരുടെ ആ വിനയം തന്നെയാണ്. പിന്നെ ഇന്ത്യയുടെ വികസനം ഒരുപാട് ഉയർന്നിട്ടുണ്ട്. 15ാം സ്ഥാനത്തോ 17ാം സ്ഥാനത്തോ ഉണ്ടായിരുന്ന വികസനം ഇന്ന് 5ാം സ്ഥാനം വരെ തിരികെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അത് ഇന്ത്യക്ക് വേണ്ടി നരേന്ദ്രമോദി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മൾ ഓരോ ജനങ്ങളും നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായ കേരളത്തിലും നമുക്ക് ബി ജെ പിനെ കൊണ്ടുവരണം. അതിന് ഞാൻ മാത്രം വിചാരിച്ച പോരാ. ഈ കേരളത്തിലെ ഓരോ ജനങ്ങളും, ഓരോ അമ്മമാരും, സ്ത്രീകളും, അല്ലെങ്കിൽ വയസ്സായവരും, അല്ലെങ്കിൽ സ്റ്റുഡൻസും, അവരൊക്കെ വിചാരിച്ചാലാണ് ഇന്ന് നമുക്ക് ബി ജെ പിനെ കൊണ്ടുവരാനുള്ളൂ. ബി ജെ പിനെ കൊണ്ടുവന്നാൽ എന്താ ഉണ്ടാവുക? നമുക്ക് ഒരുപാട് എം പിമാരുണ്ടാവും. ഇപ്പോൾ 20 സീറ്റിൽ മത്സരിക്കണേ, 20 കിട്ടിയാൽ ഒരുപാട് വികസനം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാം. എന്നാൽ 5ഓ 10ഓ സീറ്റോ നമുക്ക് ബി ജെ പിക്ക് നേടിക്കൊടുക്കണം. അത് നേടിക്കൊടുത്താൽ ബി ജെ പിക്ക് എം പിമാരുണ്ടാവും. ബി ജെ പി എം പിമാരുണ്ടായാലേ നമുക്ക് കേന്ദ്രമന്ത്രി ഉണ്ടാവുള്ളൂ. ആ കേന്ദ്രമന്ത്രി ഉണ്ടായാലാണ് നമുക്ക് വികസനം ഉണ്ടാവുള്ളൂ കേരളത്തിലെ ആൾക്കാർ. ഇപ്പോൾ എനിക്ക് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ 5 വർഷം ഒരുപാട് കോൺഗ്രസ് എം പിമാരുണ്ടായി, സി പി എമ്മിൻ്റെ എം പി ഉണ്ടായി. എന്നിട്ട് എന്താ നമ്മുടെ നാടിനുണ്ടായി? ഒന്നും ഉണ്ടായിട്ടില്ല. ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇന്ന് മോദി ഒരുപാട് ഗ്യാരണ്ടികൾ പറഞ്ഞിട്ടുണ്ട്. അതൊരു പാഴ്വാക്കായ ഒരു ഗ്യാരണ്ടി അല്ല. മോദി പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. അതാണ് മോദിജി. അപ്പോൾ അതുപോലെ തന്നെ ഇനി ജനങ്ങളാണ് ഇവിടെ ബി ജെ പിനെ കൊണ്ടുവരേണ്ടത്. നമുക്ക് മാറ്റം വേണം. എന്നും കോൺഗ്രസ് ഭരിച്ചോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരിക്കലോ, ഒരു മാറ്റം അത് നമ്മൾ അറിയണം. അല്ലാണ്ട് ഇടത്തിനോ വലതിനോട് നമുക്ക് ഒരു ദേഷ്യം ഉണ്ടായിട്ടില്ല. അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കേന്ദ്രം എന്ത് വന്നാലും ബി ജെ പി തന്നെ ഭരിക്കും. അടുത്ത 5 വർഷവും മോദിജി തന്നെയായിരിക്കും പ്രധാനമന്ത്രി. അപ്പോൾ നമ്മളവിടെ 20 സീറ്റിലും സീറ്റ് ബി ജെ പിക്ക് കിട്ടിയില്ലെങ്കിലും കേന്ദ്രത്തിലൊന്നും സംഭവിക്കില്ല ബി ജെ പിക്ക്. പക്ഷെ അതിന്റെ നഷ്ടം ആർക്കാ? നമ്മുടെ കേരളത്തിലെ ഓരോ ജനങ്ങൾക്കാണ് അതിന്റെ നഷ്ടം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമുക്ക് മോദിയെ അല്ലെങ്കിൽ നമ്മുടെ ബി ജെ പിയെ ഒരുപാട് മുന്നിലേക്ക് ഇനിയും കൊണ്ടുവരാനുണ്ട്. അപ്പൊ അതിന്റെ ഒഴുക്ക് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ബി ജെ പി പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വലിയ തലത്തിലുള്ള ആൾക്കാർ നമ്മുടെ ബി ജെ പി പാർട്ടിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിലെ കൊണ്ടുവരേണ്ടതാണ് ബി ജെ പിയെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ജീവിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്, ഗുരുവായൂരാണ്. ഞങ്ങളുടെ ലോകസഭാ മണ്ഡലം തൃശ്ശൂർ സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ലൊരു വ്യക്തിയാണ്.
നല്ലൊരു മനസ്സുള്ള ഒരാളാണ്, മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള ഒരാളാണ്. അങ്ങോരെ നമുക്ക് ബി ജെ പിനെ കൊണ്ട് ജയിപ്പിച്ച് ബി ജെ പിയിലേക്ക് കൊണ്ടുവരണം, ഒരു എം പി ആക്കി എടുക്കണം. ആ എം പി വന്നാൽ നമുക്ക് കേന്ദ്രമന്ത്രി ഉറപ്പായിട്ടുണ്ടാവും. നമ്മുടെ സുരേഷ് ഗോപിക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തൃശ്ശൂരിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹമുണ്ട്. തോറ്റിട്ടും അങ്ങ് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇക്കുറി ജയിപ്പിച്ചിട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും നമ്മുടെ തൃശ്ശൂരിന്റെ വികസനം എന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ തൃശ്ശൂർ വരെ നമ്മുടെ മെട്രോ ട്രെയിൻ കൊണ്ടുവരണമെന്ന് നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞു. അതെന്തായാലും മോദിജി നടത്തി കൊടുത്തിരിക്കും. അഥവാ മെട്രോ തൃശ്ശൂർ വരെ വരികയാണെങ്കിൽ നമ്മുടെ എറണാകുളം സിറ്റി എങ്ങനെ അതേപോലെ ആവും നമ്മുടെ തൃശ്ശൂര്. ആ തൃശ്ശൂരിന് വേണ്ടി ഇവിടുത്തെ ഓരോ സ്ത്രീകളും, ഓരോ പുരുഷന്മാരും, ഓരോ സ്റ്റുഡൻസും അതിനുവേണ്ടി വോട്ട് ചെയ്ത് നമ്മുടെ ബി ജെ പി മുന്നിലേക്ക് കൊണ്ടുവരണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതിനു വേണ്ടി എല്ലാവരും സഹകരിച്ച് ഒറ്റക്കെട്ടായി നമുക്കൊരു മാറ്റം വേണം. ആ മാറ്റത്തിന് വേണ്ടി ഈ വരാൻ പോകുന്ന ഇലക്ഷൻ 26-ാം തീയതി ബി ജെ പിയെ വിജയിപ്പിച്ച് നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്തണം. അത് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ.